പ്രായമുള്ള എല്ലാവർക്കും കൊളസ്ട്രോൾ വരും? ഇതൊരു വിധം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. നമ്മുടെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് കൂടി എന്ന് വെച്ച് കൊളസ്ട്രോൾ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരിക്കും. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് പോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവും പരിശോധിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ ശരീരത്തിന് കൊഴുപ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരികയും പിന്നീട് അത് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞുകൂടി ഹൃദയരോഗങ്ങളിലേക്കൊക്കെ പോവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളവര് അവരുടെ ഭക്ഷണത്തില് മധുരമൊക്കെ കുറയ്ക്കുന്നത് പോലെ തന്നെ എണ്ണയും എണ്ണയിൽ പൊരിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കാനെങ്കിലും മാറ്റി വെക്കുക. അതേപോലെ നിങ്ങൾ ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പും കൂടെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം ഒക്കെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ദിസ് ഇസ് ഡോക്ടർ ഐശ്വര്യ. ടേക്ക് കെയർ. ബൈ ബൈ.